വിദേശത്ത് നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിവന്ന സംഘത്തിലെ ഒരാൾ പിടിയിലായി. ചങ്ങനാശ്ശേരി പായിപ്പാട് സ്വദേശി തോമസ് രാജനാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. അഞ്ചൽ മണ്ണൂർ സ്വദേശികളായ 3 പേരുടെ പരാതിയിലാണ് അറസ്റ്റ്. മണ്ണൂർ സ്വദേശികളായ 3 പേരിൽ നിന്ന് UK-യിൽ നഴ്സിംഗ് ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്നുള്ള വാഗ്ദാനം നൽകി 28 ലക്ഷം രൂപ തോമസ് രാജനും സംഘവും കൈക്കലാക്കിയെന്നാണ് പരാതി. കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന ഗ്രേസ് ഇന്റർനാഷണൽ റിക്രൂട്ടേഴ്സ് UK ആൻഡ് ഇന്ത്യ എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് സംഘം കോടികളുടെ തട്ടിപ്പ് നടത്തിയത്. പണം നൽകിയവർക്ക് ജോലി ലഭിക്കാതായതോടെയാണ് തട്ടിപ്പ് മനസ്സിലാകുന്നത്. തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് തോമസ് രാജൻ താമസിച്ച ചങ്ങനാശ്ശേരി പായിപ്പാട് ഭാഗത്തെത്തിയെങ്കിലും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞില്ല. തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് തിരുവല്ലയ്ക്കടുത്തുള്ള ലോഡ്ജിൽ പ്രതി താമസിക്കുന്ന വിവരം പോലീസിന് ലഭിച്ചത്. പിന്നാലെ അഞ്ചൽ പോലീസ് ബലപ്രയോഗത്തിലൂടെ തോമസ് രാജനെ പിടികൂടി. ഈ ഹെൻറി കെ പൗലോസ്, ഈ തോമസ്, ഇവർ 3 കൂടി ചേർന്ന ഗ്രേസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണത്തിൽ അവസാനമായിട്ട് ഇപ്പോൾ ഈ കേരള സ്റ്റേറ്റിൽ പോലും അല്ലാതെ ബർമ എന്ന് പറയുന്ന വേറൊരു സ്റ്റേറ്റിൽ നിന്ന് ഒരു 12 കോടി രൂപ ഇന്നലെ വരുന്ന വഴിക്ക് ഫോണിൽ പോലീസുകാർ കോൺടാക്ട് ചെയ്തപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. അവിടുന്ന് പോലും പുള്ളി ഇത്ര രൂപ ആൾക്കാരുടെ കബളിപ്പിച്ച് നടക്കുകയാണ്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് ബർമ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് UK അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് കോടികളുടെ തട്ടിപ്പ് പ്രതികൾ നടത്തിയതായി കണ്ടെത്തി. തോമസ് രാജിന്റെ ഒരു അക്കൗണ്ട് വഴി മാത്രം 3 കോടി രൂപ കൈമാറ്റം ചെയ്തതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നഴ്സിംഗ് ജോലിക്ക് മാസം 2 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ വാഗ്ദാനം നൽകിയാണ് പലരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ഈ സംഘം കൈക്കലാക്കിയത്. കോതമംഗലം, മുണ്ടക്കയം, നെടുങ്കണ്ടം, മരുതമംഗലം തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ സമാന രീതിയിലുള്ള കേസുകൾ നിലവിലുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 കൊല്ലം.